അങ്ങനെ 2026 ആദ്യമായിട്ട് നമ്മൾ സിനിമയ്ക്ക് പോയി. സിനിമയുടെ പേര് സർവമായ. ഈ സിനിമ 2025 റിലീസായതാണെങ്കിലും ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട്. എനിക്ക് സിനിമ എന്നത് ജീവശ്വാസം പോലെയാണ്. ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു ആഗ്രഹം. സിനിമ ഭ്രാന്ത് തലയ്ക്ക് മൂത്ത് വിഷ്വൽ എഫക്ട്സ് ഒക്കെ പഠിച്ചു. എനിക്ക് അഭിനയിക്കാൻ അറിയാമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അഭിനയഭ്രാന്ത് തലയ്ക്ക് മൂത്ത് 1-2 ഷോർട്ട് ഫിലിംസിലൊക്കെ മുഖം കാണിച്ചു. പിന്നെ ഒരു സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും അഭിനയിച്ചു. പിന്നീട് വലുതായിട്ട് അവസരങ്ങളൊന്നും കിട്ടിയില്ല. ആരുടെയും കാല് പിടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് പുറകെ പോയതുമില്ല. ഇനി ഭാവിയിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്നാൽ കഴിയുന്നത് നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നീട് ഞാൻ വ്ളോഗിങ്ങിലേക്ക് തിരിഞ്ഞു. അത് വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സിനിമയ്ക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ലുലുലും കൂടെ ഒന്ന് കയറി. വർഷത്തിൽ വല്ലപ്പോഴും വരുന്ന ഓഫർ സെയിൽ അവിടെ നടക്കുമായിരുന്നു. ഡിസ്കൗണ്ടിൽ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല അന്ന് ലാസ്റ്റ് ഡേ ഓഫ് സെയിലും കൂടെ ആയിരുന്നു. സെയിലിന്റെ അവസാനത്തെ ദിവസം ആയതുകൊണ്ട് ലുലുവില് നല്ല തിരക്കായിരുന്നു. പോരാത്തതിന് സൺഡേ പാർക്കിംഗ് ഏരിയ വണ്ടികൾ കൊണ്ട് നിറഞ്ഞു. ഒരുപാട് പാടുപെട്ടാണ് പാർക്കിംഗ് സ്ഥലം കണ്ടുപിടിച്ചത്. പുറത്തുള്ളതിനേക്കാളും കൂടുതൽ തിരക്കായിരുന്നു ലുലുവിന്റെ അകത്ത്. അയൺ ബോക്സിനൊക്കെ വൻ ഡിസ്കൗണ്ട് ആയിരുന്നു ലുലു കണക്കില്. പക്ഷെ ഒരു കമ്പനിയുടെ ഒരു ഡിസൈനിലുള്ള പ്രോഡക്റ്റിന് ഒറ്റ കളർ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് 50% കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ബോട്ടിന്റെ ഒരു നെക്ക് ബാൻഡും ബജാജിന്റെ ഒരു അയൺ ബോക്സും പർച്ചേസ് ചെയ്തു. ബില്ലിംഗ് കൗണ്ടറുകളിലൊക്കെ നീണ്ട ക്യൂ ആയിരുന്നു. 2 ഐറ്റത്തിനും കൂടെ മൊത്തം ബില്ല് എമൗണ്ട് 1348 രൂപയായി. ലുലുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് സിനിമയ്ക്കാണ്. ആൻഡ് അഫ്കോഴ്സ് ഐ ആം എ ഫുഡ് ലവർ ടു. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സുട സുട ഇഡലിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇനി തിരക്കിപ്പെട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിലെ പാസ് ചെയ്തങ്ങ് പോയി. ഏരീസ് ഫ്ലെക്സിലായിരുന്നു നമ്മൾ സർവമായ കാണാൻ പോയത്. അവിടെ ഓഡി 6 രാത്രി 10:45 ഷോ. സിനിമ തുടങ്ങാൻ ഇനി ആവശ്യം പോലെ സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ നെക്ക് ബാൻഡ് ഒക്കെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവള് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നെക്ക് ബാൻഡ് സ്വന്തമാക്കുന്നത്. അതിന്റെ സന്തോഷം അവളുടെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു. അത് ഫോണിൽ കണക്ട് ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഓഡി 6 സ്ക്രീൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. ഓഡി 4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഡി 6 അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ ഡോൾബി 7.1 ആണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം. ഇവിടുത്തെ സൗണ്ട് സ്പീക്കേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്ലിപ്സിന്റെ സ്പീക്കേഴ്സ് ആണ്. ഇനി നമുക്ക് സർവമായയിലേക്ക് വരാം. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മകനായ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഒരു ഫീൽ ഗുഡ് സിനിമയാണ് സർവമായ. നിവിൻ പോളിയാണ് ഈ സിനിമയിലെ നായകൻ. കൂടാതെ ജനാർദ്ദനൻ, അജു വർഗീസ് തുടങ്ങി നല്ലൊരു താരനിര തന്നെ സിനിമയിലുണ്ടായിരുന്നു. മാത്രമല്ല സംവിധായകൻ അൽഫോൻസ് പുത്രൻ ഒരു ക്യാമിയോ റോളും ചെയ്തിട്ടുണ്ട്. ബ്രേക്കിന് നമ്മൾ പതിവ് പോലെ ചീസി പോപ്കോൺ ആണ് മേടിച്ചത്. ഈ സിനിമയെ കുറിച്ചുള്ള എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരുപാട് വലിച്ചഴിച്ച് ബോറടിപ്പിക്കാത്തൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. എൻഡിങ് ഇച്ചിരി ഡൗൺ ആയി തോന്നിയെങ്കിലും ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് സർവമായ. സിനിമ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. സൺഡേ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നോണ്ട് അമ്മ വീട്ടിൽ ഫ്രൈഡ് റൈസും മട്ടൻ കറിയും ഉണ്ടാക്കിയിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.